കുറച്ച് പ്യൂപ്പിലറി ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് അടുത്ത അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം നല്ല റാങ്കിൽ പാസ്സാകാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിച്ചാൽ പോരാ. ഞാനൊക്കെ ആക്ച്വലി ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജിയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഇനി എക്സാമിന് ഒരുപാട് നാളില്ലേന്ന്. എക്സാമിന് ഒരുപാട് നാളില്ല. കഴിഞ്ഞ എക്സാം പ്യൂപ്പിലറി ഡൈലറ്റേഷൻ ആണ് ഉണ്ടാവുക. സാധാരണ ഞാൻ പറഞ്ഞു നോർമലി പീപ്പിൾ കൺസ്ട്രക്ഷൻ ആണ് ഉണ്ടാവുക. ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പരീക്ഷയുടെ, അതായത് ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ DME അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കും ഇത്ര നേരത്തെ ഇതിന്റെ അനാലിസിസ് ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് ഉദ്ദേശിക്കും അല്ലേ? അതായത് നമ്മുടെ അടുത്ത അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ ഒരു 6 മാസത്തിനുള്ളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ, കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും അല്ലേ? സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ എക്സാം നടന്നത് 2023 മെയ് മാസം 25-ാം തീയതിയാണ്. ഏകദേശം 2 വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ എക്സാം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ഏകദേശം ഇനിയിപ്പോ ഒരു 6 മാസത്തിനുള്ളിൽ ഇതിന്റെ നമ്മുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കിപ്പോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പീപ്പിൾസ് അണ്ടർഗോ സീരീസ് ഓഫ് ചേഞ്ചസ് ഡ്യൂറിങ് സെറിബ്രൽ കംപ്രഷൻ വിച്ച് ഈസ് ടേംഡ് ആസ്. അതായത് സെറിബ്രൽ കംപ്രഷൻ വരുന്ന സമയത്ത് നമ്മുടെ പ്യൂപ്പിൾസിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് പ്യൂപ്പിലറി ചേഞ്ചസ് ഉണ്ടാവും. ആ ചേഞ്ചസിന്റെ പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഈസ് മാർക്കസ് ഗൺ പ്യൂപ്പിൾ, B. ഹച്ചിൻസോണിയൻ pupil, C. അഡീസ് pupil, D. ആർഗിൽ റോബോസ്റ്റൺ pupil. ഐഡിയ ഉണ്ടോ? അതായത് സെറിബ്രൽ കംപ്രഷൻ വരുന്ന സമയത്ത് നമ്മുടെ പ്യൂപ്പിലറി സൈസ് മാറുന്നത്, അല്ലെങ്കിൽ പ്യൂപ്പിളുടെ ചേഞ്ചസ് വരുന്നത്, അതിന്റെ ടെർമിനോളജി ആണ് ചോദിച്ചിരിക്കുന്ന. ഒരു ഐഡിയ ഉണ്ടോ? ഓപ്ഷൻ ബി ആണല്ലേ, ഹച്ചിൻസോണിയൻ pupil ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ്, അതായത് ഇതിന്റെ റാഷണലും അതുകൂടാതെ ബാക്കിയുള്ള ഓപ്ഷൻസും ഒന്ന് അനലൈസ് ചെയ്ത് പോകാം. സോ ഹച്ചിൻസൺ pupil എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് സീക്വൻസ് ഓഫ് പ്യൂപ്പിലറി ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ സെറിബ്രൽ കംപ്രഷൻ അല്ലെ? നമ്മുടെ സെറിബ്രൽ കംപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് പ്യൂപ്പിലറി ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3rd ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ഒക്കുലോ മോട്ടോർ നെർവിനെ ആക്ച്വലി ഈ ഹെർണിയേഷൻ കാരണം ഒരു കംപ്രഷൻ വരുന്നത് കൊണ്ടാണ് ഈ ഒരു പ്യൂപ്പിലറി ചേഞ്ചസ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് സീക്വൻസ് ഓഫ് പ്യൂപ്പിലറി ചേഞ്ചസ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് ഈ ഹച്ചിൻസൺസ് pupil എന്നുള്ളത്. ഒക്കേഴ്സ് ഡ്യൂ ടു അങ്കൽ ഹെർണിയേഷൻ അല്ലെങ്കിൽ ട്രാൻസ് ടെൻഡോറിയൽ ഹെർണിയേഷൻ വേർ ദ മീഡിയൽ ടെമ്പോറൽ ഓഫ് കംപ്രസ് ദ ഒക്കുലോ മോട്ടോർ നെർവ്. അതായത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ 3rd ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ഒക്കുലോ മോട്ടോർ നെർവിനെ നമ്മുടെ അങ്കൽ ഹെർണിയേഷൻ വന്നിട്ട് അവിടെ കംപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്കൽ ഹെർണിയേഷൻ സാധാരണ നമുക്കറിയാം അല്ലെ, നമ്മുടെ ഒരു ടെമ്പോറൽ ഏരിയയിലാണ് ഈ ഒരു അങ്കൽ ഹെർണിയേഷൻ ഉണ്ടാവുന്നത്. സോ അത് കാരണം തന്നെ നമ്മുടെ ഒക്കുലോ മോട്ടോർ നെർവിനെ കംപ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് ആക്ച്വലി ഒരു പ്യൂപ്പിലറി ചേഞ്ചസ് ഉണ്ടാവുക. അതിനാണ് നമ്മൾ ഹച്ചിൻസൺ pupil എന്ന് പറയുക. ഇതിന് മെയിൻ ആയിട്ട് 3 സ്റ്റേജസ് ആണ് വരിക. ഒന്നാമത്തേത് ഇറിറ്റേഷൻ ഓഫ് ദ ഒക്കുലോ മോട്ടോർ നെർവ്. അതായത് ഈ ഒരു കംപ്രഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒക്കുലോ മോട്ടോർ നെർവിന് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു മിനിമൽ കംപ്രഷൻ ഉണ്ടാകുന്നു. അത് കാരണം എന്താ സംഭവിക്കുക? പ്യൂപ്പിൾ കൺസ്ട്രക്ഷൻ, അതായത് മയോസിസ് എന്ന് പറയില്ല, പ്യൂപ്പിലറി കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നു ഓൺ ദ സൈഡ് ഓഫ് ലീഷൻ ഡ്യൂ ടു നെർവ് ഇറിറ്റേഷൻ കോസിങ് പാരാസിമ്പത്തറ്റിക് ഓവർ ആക്ടിവിറ്റി. അതായത് ഈ ഒരു പാരാസിമ്പത്തറ്റിക് ഓവർ റിയാക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഒരു പ്യൂപ്പിലറി കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മയോസിസ് ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് സ്റ്റേജിന് നമ്മൾ പറയുന്നത് ഇൻക്രീസിങ് കംപ്രഷൻ ആൻഡ് നെർവ് പാരാലിസിസ് എന്നാണ് പറയുക. അതായത് നമ്മുടെ നെർവ് കംപ്രഷൻ അല്ലെങ്കിൽ ഒക്കുലോമോട്ടോർ നെർവിന് കംപ്രഷൻ വരുന്നുണ്ട്. അതുകൂടാതെ ഈ കംപ്രഷൻ കൂടുന്നത് കൊണ്ട് ആ നെർവിന് പാരാലിസിസും സംഭവിക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കുക, ഇപ്സിലാറ്ററൽ പ്യൂപ്പിൾ ഡയലേറ്റ്സ്. ഇപ്സിലാറ്ററൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, ഇപ്സി മീൻസ് സെയിം, ലാറ്ററൽ മീൻസ് സൈഡ്. അപ്പം സെയിം സൈഡിലുള്ള പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുന്നു, അതായത് മിഡ്രിയാസിസ് ഉണ്ടാകുന്നുണ്ട് as the parasympathetic fibers are compressed and stop functioning. അതായത് പാരാസിമ്പത്തറ്റിക് നെർവ്സ് കംപ്രസ് ആകുന്നത് കൊണ്ട് എന്താണ്, സെയിം സൈഡിൽ പ്യൂപ്പിലറി ഡൈലേഷൻ അല്ലെങ്കിൽ മിഡ്രിയാസിസ് ഉണ്ടാകുന്നുണ്ട്. അതേസമയം കോൺട്രാലാറ്ററൽ പീപ്പിൾ, അതായത് ഓപ്പോസിറ്റ് സൈഡിലെ പീപ്പിൾ മിക്കവാറും നോർമൽ ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുക സ്റ്റേജ് 2-ൽ. സ്റ്റേജ് 3 ആണെങ്കിൽ ബൈലാറ്ററൽ ഇൻവോൾവ്മെന്റ്, അതായത് 2 പീപ്പിൾസും ഫിക്സ്ഡ് ആകുന്നുണ്ട്, ഡൈലേറ്റ് ആകുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ ബ്രെയിൻ സ്റ്റെം കംപ്രഷൻ എന്താണ് ഇൻഡിക്കേറ്റ്, അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റെം കംപ്രഷൻ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ഈ പറയുന്നത്. അതുകൂടാതെ അധികം താമസമില്ലാതെ തന്നെ ബ്രെയിൻ ഡെത്തിലേക്ക് പോകുന്നു. ഇതാണ് ആക്ച്വലി സ്റ്റേജ് 3 എന്ന് പറയുന്നത്, അതായത് ബൈലാറ്ററൽ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആക്ച്വലി ഹച്ചിൻസൺ pupil ആണ് കണ്ടത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് പോകാം. അതായത് മാർക്കസ് ഗൺ pupil കേട്ടിട്ടുണ്ടാവില്ലേ? മാർക്കസ് ഗൺ pupil എന്താണ് സംഗതി? ഓൾസോ കോൾഡ് ആസ് റിലേറ്റീവ് അഫറന്റ് പ്യൂപ്പിലറി ഡിഫക്റ്റ് കേട്ടോ. അതായത് റിലേറ്റീവ്
അഫറന്റ് പ്യൂപ്പിലറി ഡിഫക്റ്റ് എന്നും പറയുന്നുണ്ട്, RAPD കേട്ടോ, RAPD എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് വരുന്നത്? ഡ്യൂ ടു ഒപ്റ്റിക് നെർവ് ലീഷൻ. അതായത് നമ്മുടെ ഒപ്റ്റിക് നെർവിന്, അതായത് നമ്മുടെ സെക്കൻഡ് ക്രേനിയൽ നെർവ് അല്ലേ, ഒപ്റ്റിക് നെർവിന്റെ ലീഷൻ കാരണം അല്ലെങ്കിൽ ഒപ്റ്റിക് ന്യൂറൈറ്റിസോ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള റെറ്റിനൽ ഡിസീസോ കാരണമാണ് ഈ റിലേറ്റീവ് അഫറന്റ് പ്യൂപ്പിലറി ഡിഫക്റ്റ് ഉണ്ടാവുക. ഇത് നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? അതായത് ഓൺ സ്വിംഗിങ് ഫ്ലാഷ് ലൈറ്റ് ടെസ്റ്റ് ദ അഫക്റ്റഡ് പ്യൂപ്പിൾ ഡൈലേറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് കൺസ്ട്രക്റ്റിംഗ്. അപ്പൊ നമുക്കറിയാല്ലേ, നമ്മൾ സാധാരണ പ്യൂപ്പിലറി റിയാക്ഷൻ ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ ഫ്ലാഷ് ലൈറ്റ് സ്വിംഗ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? പ്യൂപ്പിലറി കൺസ്ട്രക്ഷൻ ഉണ്ടാകാറുണ്ട് അല്ലേ. സോ ഇവിടെ എന്താ സംഭവിക്കുക? മാർക്കസ് ഗൺ പ്യൂപ്പിളില് ഈ അഫക്റ്റഡ് പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡൈലേറ്റ് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ട് ചെയ്യുന്നില്ല. നോട്ട് റിലേറ്റഡ് ടു സെറിബ്രൽ കംപ്രഷൻ. ഇത് സെറിബ്രൽ കംപ്രഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സംഗതിയല്ല ഈ മാർക്കസ് ഗൺ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സാധാരണ നോക്കിയ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുക. നമുക്കറിയാലേ, ഒരു നമ്മുടെ പ്യൂപ്പിളിന്റെ നോർമൽ സൈസ് എന്ന് പറയുക ഒരു 2 to 4 mm എന്നൊക്കെയാണ് പറയുക. അപ്പൊ നോർമൽ ലൈറ്റ് റെസ്പോൺസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എടുക്കും. ഡയറക്റ്റ് റെസ്പോൺസ് എന്നും കൺസെൻഷ്യൽ റിഫ്ലെക്സ് എന്നും എന്തൊക്കെ പറഞ്ഞിട്ട് 2 തരത്തിലുള്ള റെസ്പോൺസ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നോർമൽ റെസ്പോൺസ് ലൈറ്റിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ലൈറ്റ് ബ്രൈറ്റൻ ചെയ്യുന്ന സമയത്ത് പ്യൂപ്പിലറി കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അതേസമയം പോസിറ്റീവ് RAPD ഓഫ് റൈറ്റ് ഐ നോക്കിയാൽ, പോസിറ്റീവ് RAPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് എന്താ സ്വിങ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്യൂപ്പിലറി ഡൈലറ്റേഷൻ ആണ് ഉണ്ടാവുക. സാധാരണ ഞാൻ പറഞ്ഞു നോർമലി പ്യൂപ്പിൾ കൺസ്ട്രക്ഷൻ ആണ് ഉണ്ടാകേണ്ടത്. പക്ഷെ മാർക്കസ് ഗൺ പ്യൂപ്പിള് എന്താ സംഭവിക്കുക? ഇവിടെ പ്യൂപ്പിലറി ഡൈലേഷൻ ആണ് ഉണ്ടാവുക, പ്യൂപ്പിലറി കൺസ്ട്രക്ഷന് പകരം. നെക്സ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? എഡീസ് പ്യൂപ്പിൾ അല്ലെ. എന്താണ് എഡീസ് പ്യൂപ്പിൾ എന്ന് പറയുക? അതായത് ടോണിക് ഡൈലേറ്റഡ് പീപ്പിൾ റിയാക്ട്സ് സ്ലോലി ടു ലൈറ്റ് ബട്ട് ബെറ്റർ ടു അക്കോമഡേഷൻ. അതായത് ഇത് നമ്മൾ സാധാരണ പ്യൂപ്പിലറി റിയാക്ഷൻ നോക്കുമ്പോൾ 2 കാര്യങ്ങൾ നോക്കാറുണ്ട് അല്ലെ. പെർല എന്നൊക്കെ പറഞ്ഞിട്ട് പ്യൂപ്പിൾ ഈക്വൽ ആൻഡ് റിയാക്ടിങ് ടു ലൈറ്റ് ആൻഡ് അക്കോമഡേഷൻ അല്ലെ. അതായത് രണ്ട് പ്യൂപ്പിളും ഈക്വൽ ആണോ നോക്കാറുണ്ട്, അതൊന്ന്. അതുകൂടാതെ പ്യൂപ്പിലറി റിയാക്ഷൻ ടു ലൈറ്റ് നോക്കാറുണ്ട്. അതുകൂടാതെ പ്യൂപ്പിലറി റിയാക്ഷൻ ടു അക്കോമഡേഷൻ നോക്കാറുണ്ട്. അപ്പൊ ഈ എഡീസ് പീപ്പിളിൽ 2 കാര്യങ്ങളാണ് ഇവിടെ നോക്കുക. ഇവിടെ 3 എണ്ണമാണ്, ഇവിടെ 2 എണ്ണമാണ് നോക്കുക. അതായത് റിയാക്ഷൻ ടു ലൈറ്റും രണ്ടാമത് അക്കോമഡേഷനും. അപ്പോൾ ഈ എഡീസ് പീപ്പിൾ എന്താ സംഗതി? കോസ്ഡ് ബൈ ഡാമേജ് ടു ദ സിലിയറി ഗാംഗ്ലിയോൺ ഓർ പോസ്റ്റ് ഗാംഗ്ലിയോണിക് പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ്. നമ്മുടെ സിലിയറി ഗാംഗ്ലിയോൺ അല്ലെങ്കിൽ പോസ്റ്റ് ഗാംഗ്ലിയോണിക് പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സിന്റെ ഡാമേജ് കാരണമാണ് ഈ എഡീസ് പീപ്പിൾ ഉണ്ടാവുക. യൂഷ്വലി ബിനൈൻ ആൻഡ് യൂണിലാറ്ററൽ, നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ. ഇത് ആക്ച്വലി എന്താ സാധാരണ ഒറ്റ സൈഡിൽ തന്നെ യൂണിലാറ്ററൽ വരുന്നതാണ്. അതുകൂടാതെ തന്നെ ബിനൈൻ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ എഡീസ് പീപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ, അർഗിൽ റോബർട്ട്സൺ പീപ്പിൾ. എന്താണ് ഈ അർഗിൽ റോബർട്ട്സൺ പീപ്പിൾ എന്ന് പറയുക? സ്മോൾ ഇറഗുലർ പീപ്പിൾ ദാറ്റ് അക്കോമഡേറ്റ് ബട്ട് ഡു നോട്ട് റിയാക്ട് ടു ലൈറ്റ്. അതായത് ഇവിടെ പ്യൂപ്പിലറി അക്കോമഡേഷൻ ഉണ്ട്. പ്യൂപ്പിലറി അക്കോമഡേഷൻ നമ്മൾ നോക്കുന്നത് സാധാരണ ഫിംഗർ ഇതുപോലെ ദൂരെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യാൻ പറയും, എന്നിട്ട് പതിയെ അത് മൂവ് ചെയ്യും അല്ലെ. അപ്പൊ പേഷ്യന്റ് അടുത്തേക്ക് മൂവ് ചെയ്യും. അപ്പൊ അക്കോമഡേഷൻ വരികയാണെങ്കിൽ അക്കോമഡേഷൻ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂപ്പിൾസ് കൺസ്ട്രക്ട് ആയി പോകുന്നുണ്ട്. നമ്മൾ മൂവ് ചെയ്യുന്ന അനുസരിച്ച് പ്യൂപ്പിൾ കൺസ്ട്രക്ട് ആയി പോകുന്നുണ്ട്. അതാണ് നോർമൽ അക്കോമഡേഷൻ എന്ന് പറയുക. സോ ഇവിടെ അർഗിൽ റോബർട്ട്സൺ പീപ്പിൾ എന്താ സംഭവിക്കുക? സ്മോൾ ഇറഗുലർ പീപ്പിൾസ് ആണ് കാണുക, ഒന്നാമത്തേത്. രണ്ടാമത്തേത് അത് അവിടെ അക്കോമഡേഷൻ പോസിറ്റീവ് ആണ്, പക്ഷെ റിയാക്ഷൻ ടു ലൈറ്റ് ഉണ്ടാവില്ല. അതാണ് അർഗിൽ റോബർട്ട്സൺ പീപ്പിൾ എന്ന് പറയുക. ക്ലാസിക്കലി സീൻ ന്യൂറോസിഫിലിസ് പോലെയുള്ള ഡിസീസ് കണ്ടീഷനിലാണ് നമ്മൾ അർഗിൽ റോബർട്ട്സൺ പീപ്പിൾ കാണുക. ഇതും ഒരു സെറിബ്രൽ കംപ്രഷന്റെ ഒരു സൈൻ അല്ല എന്ന് ഓർക്കുക. അപ്പൊ നോക്കിക്കേ, ഇതാണ് ഈ രീതിയിലാണ് നമ്മൾ അർഗിൽ റോബർട്ട്സൺ പീപ്പിൾ നമ്മൾ എലിസിറ്റ് ചെയ്യുക. നോക്കിയാൽ പീപ്പിൾ ഡു നോട്ട് കൺസ്ട്രക്ട് എക്സ്പോസ് ടു ബ്രൈറ്റ് ലൈറ്റ്. അതായത് നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് എക്സ്പോസ് ചെയ്യുമ്പോൾ നോർമലി ഇവിടെ പ്യൂപ്പിലറി കൺസ്ട്രക്ഷൻ ഉണ്ടാകേണ്ടതാണ്, പക്ഷേ ഇവിടെ ലൈറ്റ് റിഫ്ലെക്സിൽ പ്യൂപ്പിലറി കൺസ്ട്രക്ഷൻ നടക്കുന്നില്ല. അതേസമയം അക്കോമഡേഷൻ എന്താ സംഭവിക്കുന്നത്? പീപ്പിൾ ഡു കൺസ്ട്രക്ട് ഓൺ നിയർ ഒബ്ജക്ട്, അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന സമയത്ത് പ്യൂപ്പിലറി കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ അക്കോമഡേഷൻ പോസിറ്റീവ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ലൈറ്റിനോട് നമ്മുടെ പ്യൂപ്പിള് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതിനാണ് നമ്മൾ അർഗിൽ റോബർട്ട്സൺ പീപ്പിൾ എന്ന് പറയുക. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടേ, നമ്മൾ CNS നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് കാർഡിയോളജിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എ മെത്തേഡ് ഓഫ് സപ്രസിംഗ് ടക്കികാർഡിയ ബൈ പേസിംഗ് ദ ഹാർട്ട് അറ്റ് എ റേറ്റ് ഫാസ്റ്റർ ദാൻ ദ പേഷ്യൻസ് ഇൻട്രിൻസിക് റേറ്റ്. അതായത് എന്താ ഇവിടെ ഒരു ടക്കികാർഡിയ സപ്രസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ടക്കികാർഡിയ സപ്രസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്, എങ്ങനെയാണ് അതിന്റെ മെക്കാനിസം പറഞ്ഞേക്കുന്നത്? ബൈ പേസിംഗ് ദ ഹാർട്ട് അറ്റ് എ റേറ്റ് ഫാസ്റ്റർ, അല്ലെങ്കിൽ ബൈ പേസിംഗ് ദ ഹാർട്ട് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. നമ്മൾ ഹാർട്ടിനെ പേസ് ചെയ്യുന്നു എങ്ങനെയാണ്? ഒരു ഫാസ്റ്റർ റേറ്റില് ദാൻ ദ പേഷ്യൻസ് ഇൻട്രിൻസിക് റേറ്റ്. ഇൻട്രിൻസിക് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലേ, നമ്മുടെ SA നോഡിൽ നിന്ന്
പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്പൾസസ് അല്ലെങ്കിൽ എസ് എ നോഡിന്റെ റേറ്റിനെയാണ് നമ്മൾ ഇൻട്രൻസിക് റേറ്റ് എന്ന് പറയുക. സോ ആ റേറ്റിനേക്കാളും കൂടിയ ഒരു റേറ്റിൽ നമ്മൾ പേസ് ചെയ്തിട്ട് ടക്കിക്കാർഡിയെ സപ്രസ് ചെയ്യുന്ന മെത്തേഡ് എന്തെന്നാ ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, ഓപ്ഷൻ എ സെൻസിങ്, ബി ഈസ് പേസിംഗ് ത്രെഷോൾഡ്, സി ഈസ് ഓവർ സെൻസിങ്, ഡി ഈസ് ഓവർ ഡ്രൈവ് പേസിംഗ്. എന്താണ് ഒരു ഐഡിയ ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ആക്ച്വലി ഇത് സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഐഡിയ ഉണ്ടോ? നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലേ, അതായത് ഓവർ ഡ്രൈവ് പേസിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാം. സാധാരണ നമുക്ക് നോക്കാം, ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓവർ ഡ്രൈവ് പേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേസിംഗ് ടെക്നിക് വെയർ പേസ്മേക്കർ ഡെലിവേഴ്സ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അറ്റ് എ റേറ്റ് ഫാസ്റ്റർ ദാൻ പേഷ്യൻസ് ഇൻട്രിൻസിക് ഹാർട്ട് റേറ്റ്. അപ്പൊ നമുക്ക് ഓവർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലേ, ഓവർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താ, കൂടിയ റേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? പേസിങ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ ഓവർ ഡ്രൈവ് പേസിങ് എന്ന് പറയുക. അതായത് പേഷ്യന്റിന്റെ ഇൻട്രിൻസിക് ഹാർട്ട് റേറ്റിനെക്കാളും കൂടിയ റേറ്റിൽ നമ്മൾ പേസ് ചെയ്യുന്നതിനെയാണ് ഓവർ ഡ്രൈവ് പേസിങ് എന്ന് പറയുക. അപ്പൊ അതിന്റെ പേർപ്പസ് എന്താണ് ഞാൻ പറഞ്ഞു തരാം. ടു സപ്രസ് ടക്കി അരത്മിയ. നമുക്കറിയാലേ, ടക്കി അരത്മിയ എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ്, ടക്കി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് അല്ലെ. അപ്പം ഹാർട്ട് റേറ്റിന് കൂട്ടുന്ന തരത്തിലുള്ള അരത്മിയാസ്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം എട്രിയൽ ഫ്ലട്ടർ, പിന്നെ എട്രിയൽ ടക്കിക്കാർഡിയ, അതുപോലെയുള്ള പലതരത്തിലുള്ള വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ ഒക്കെ ഈ ടക്കി അരത്മിയാസിന് എക്സാമ്പിൾ ആണ്. സോ ഇങ്ങനെയുള്ള ടക്കി അരത്മിയാസിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓവർ ഡ്രൈവ് പേസിങ് ചെയ്യുക. അതെങ്ങനെ ചെയ്യുക? ബൈ ഇന്ററപ്റ്റിംഗ് ദ റീ എൻട്രൻസ് സർക്യൂട്ട് ഓർ ഓവർ റൈഡിങ് എക്ടോപിക് പേസ് മേക്കർ ആക്ടിവിറ്റി. അതായത് അവിടെ സാധാരണ നമുക്ക് ഇതുപോലുള്ള ടക്കി അരത്മിയാസ് വരുമ്പോൾ നമുക്കറിയാം എന്താ സംഭവിക്കുക. അവിടെ ഒരുപാട് എക്ടോപിക് ഫോക്കൈ ഉണ്ടാകുന്നുണ്ട് അല്ലെ. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. സാധാരണ നമുക്ക് ടക്കി അരത്മിയാസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു എക്ടോപിക്, ഇപ്പൊ സാധാരണ നമുക്കറിയാം എസ് എ നോഡ്, എ വി നോഡ്, പിന്നെ ബണ്ടിൽ ഓഫ് ഹിസ് പെർക്കഞ്ച് ഫൈബേഴ്സ്. ആ ഒരു രീതിയിലാണ് നമ്മുടെ കാർഡിയാക് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുകയും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുക. അതേസമയം ടക്കി അരത്മിയാസ് വരുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ പലയിടത്തും എക്ടോപിക് ഫോക്കൈ ഉണ്ടാവും അല്ലെ. എക്ടോപിക് ഫോക്കൈ എന്ന് പറഞ്ഞാൽ പോയിന്റ് അതർ ദാൻ എസ് എ നോഡ്, അല്ലെങ്കിൽ നോർമലി ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്തിൽ നിന്ന് അല്ലാതെ പല സ്ഥലങ്ങളിൽ നിന്നും ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുക? എക്ടോപിക് ഫോക്കൈ എന്ന് പറയുക. അപ്പൊ സപ്പോസ് ഇത് എസ് എ നോഡ് ആണെന്ന് വെച്ചോളൂ, അതിനടുത്ത് തന്നെ വേറൊരു എക്ടോപിക് ഫോക്കൈ ഫോം ചെയ്യുന്നുണ്ട്. എക്ടോപിക് ഫോക്കൈ ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ നിന്ന് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യപ്പെടുകയും അത് ഒരു കയോട്ടിക് ആയിട്ട്, അതായത് അതിന് തന്നെ അറിയില്ല എങ്ങോട്ട് പോകണമെന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് ഒരു റീ എൻട്രന്റ് മെക്കാനിസം ഉണ്ടാക്കുന്നുണ്ട്. റീ എൻട്രന്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇമ്പൾസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ വരും, വീണ്ടും അത് ഇവിടുന്ന് പോയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഒരു സർക്കിൾ പോലെ അവിടെ എന്താണ്, ഒരു റീ എൻട്രി മെക്കാനിസം അല്ലെങ്കിൽ റീ എൻട്രി സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അതാണ് ആക്ച്വലി നമ്മുടെ ഈ ടക്കി അരത്മിയാസിലൊക്കെ സംഭവിക്കുക. അത് ഒരു പോയിന്റിൽ നിന്നല്ല, മൾട്ടിപ്പിൾ പല പോയിന്റ്സിൽ നിന്ന് ഇതുപോലെ റീ എൻട്രി മെക്കാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഓവർ റൈഡ് പേസിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഒരു ഹയർ എനർജിയിൽ നമ്മളൊരു കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്ടോപിക് ഫോക്കൈ ഒക്കെ ഒരു നിമിഷത്തേക്ക് ഒന്ന് അറസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോർമലി എസ് എ നോഡിൽ നിന്ന് തന്നെ ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്യും. സോ ഇതാണ് ഇതിന്റെ മെക്കാനിസം ആയിട്ട് വരിക. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കൊച്ചു ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് ഇല്ലാത്തൊരു ക്ലാസ് ആണെന്ന് വെച്ചോളൂ അല്ലെ. ടീച്ചേഴ്സ് ഇല്ലാത്തൊരു ക്ലാസ് ആണെങ്കിൽ അവിടെ എന്താണ്, എല്ലാവരും ടീച്ചേഴ്സ് ആണല്ലേ. എല്ലാ കൊച്ചുകുട്ടികളും ബഹളം വെച്ച് നിൽക്കും അല്ലേ. അപ്പൊ എന്താണ്, ഭയങ്കര ബഹളമായിരിക്കും അവിടെ. ഒരു ഓർഗനൈസേഷൻ ഇല്ല, ഒരു അറേഞ്ച്മെന്റ് ഇല്ല, ഭയങ്കര കാക്കക്കൂട്ടില് കല്ലെറിഞ്ഞതുപോലെ എന്ന് പറയുന്ന ആ ഒരു സ്ഥിതിയായിരിക്കും ടീച്ചർ നമ്മുടെ ക്ലാസ്സിൽ വന്നില്ല എങ്കിൽ ഉള്ള അവസ്ഥ. അപ്പൊ എന്താണ്, അപ്പൊ പെട്ടെന്ന് അതാണ് നമ്മുടെ ടക്കി അരത്മിയ ഉള്ള ഹാർട്ട്. അതായത് ഓരോ കുട്ടികൾ എങ്ങോട്ട് പോകുന്നെന്ന് അറിയില്ല, എന്ത് ചെയ്യുന്നെന്ന് അറിയില്ല, ഭയങ്കര ബഹളം, ആകപ്പാടെ ബഹളം അല്ലെ. സോ അങ്ങനെ ഒരു അവസ്ഥയാണ് ടക്കി അരത്മിയയിൽ നമ്മുടെ ഹാർട്ടിനകത്തും ഉള്ളത്. അപ്പോഴാണ് നമ്മുടെ ആര് വരുന്നു? നമ്മുടെ പ്രിൻസിപ്പൽ വരുന്നു അല്ലെ. പ്രിൻസിപ്പൽ വന്നിട്ട് കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ആ ഡെസ്കിൽ ആഞ്ഞടിക്കുന്നു. അപ്പൊ ആ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? എല്ലാവരും സൈലന്റ് അല്ലെ. സോ ഇത് തന്നെയാണ് ഈ ഓവർ റൈഡ് പേസിംഗ് പോലെയുള്ള അതിന്റെ മെക്കാനിസം എന്ന് പറയുക. അതായത് ഈ ഒരു കവോട്ടിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മുടെ ഹാർട്ടിൽ നടക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്നൊരു ഓവർ റൈഡ് പേസിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ കവോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ ഒരു നിമിഷത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് എസ് എ നോഡിൽ നിന്ന് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഇതാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിസം എന്ന് പറയുക. നോക്കിക്കേ, ഫാസ്റ്റർ പേസിംഗ് ക്യാപ്ചേഴ്സ് ദ മയോകാർഡിയം, ടെമ്പററി കൺട്രോളിംഗ് ദ റിതം ആൻഡ് ദെൻ അലോവിംഗ്
നോർമൽ സൈനസ് റിതം ടു റെസ്യൂം വെൻ പേസിംഗ് സ്റ്റാർട്ട്. അപ്പൊ അതിനുശേഷം എന്താണ് നോർമലായിട്ട് നമ്മുടെ സൈനസ് റിതം സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നു. സോ ഇതാണ് അതിന്റെ മെക്കാനിസം ആയിട്ട് വരുന്നത്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. ഒന്നാമത്തെ ഓപ്ഷൻ സെൻസിങ് ആയിരുന്നു അല്ലേ. എന്താണ് സെൻസിങ് എന്ന് പറയുക? അതായത് പേസ് മേക്കേഴ്സ് എബിലിറ്റി ടു ഡിറ്റക്ട് ദ പേഷ്യൻസ് ഇൻട്രൻസിക് കാർഡിയാക് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. നമ്മുടെ പലതരത്തിലുള്ള പേസിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഡിമാൻഡ് പേസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം സിങ്ക്രണൈസ്ഡ് പേസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ എന്താ സംഭവം? പേസ് മേക്കറിന്റെ എബിലിറ്റിയാണ് എന്തിനുള്ള പേഷ്യന്റിന്റെ ഇൻട്രൻസിക്, അതായത് പേഷ്യന്റ് ഹാർട്ടിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ കാർഡിയാക് ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്യാനുള്ള പേസ് മേക്കറിന്റെ എബിലിറ്റിയാണ് നമ്മൾ സെൻസിങ് എന്ന് പറയുക. സോ ഇത് എന്താ നോട്ട് എ പേസിംഗ് മെത്തേഡ് ടു സപ്രസ് ടക്കികാർഡി. ഇതൊരു പേസിംഗ് മെത്തേഡ് അല്ല നമ്മുടെ ടക്കികാർഡി സപ്രസ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ഓപ്ഷൻ പേസിംഗ് ത്രെഷോൾഡ് ആയിരുന്നു അല്ലേ. എന്താണ് പേസിംഗ് ത്രെഷോൾഡ് എന്ന് പറയുക? മിനിമം ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് നീഡഡ് ടു കൺസിസ്റ്റന്റ്ലി ഡീപോളറൈസ് ദ മയോകാർഡിയം. അതായത് നമ്മുടെ മയോകാർഡിയത്തിനെ ഡീപോളറൈസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു മിനിമം ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് വേണം അല്ലേ. സോ ആ ഒരു മിനിമം ഇലക്ട്രിക്കൽ സ്റ്റിമുലസിനെയാണ് നമ്മൾ പേസിംഗ് ത്രെഷോൾഡ് എന്ന് പറയുക. ഇതെന്താണ്? ഇതൊരു എനർജി സെറ്റിംഗ് ആണ്. പക്ഷേ ഇതൊരു ടെക്നിക്കല്ല. നമ്മുടെ ടക്കികാർഡിയ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കേ അല്ല. മൂന്നാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? ഓവർ സെൻസിങ് അല്ലെ. എന്താണ് ഓവർ സെൻസിങ് എന്ന് പറയുക? അതായത് ഓവർ സെൻസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു ഇമ്പൾസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും എന്താ സംഭവിക്കുക? അവിടെ അത് സെൻസ് ചെയ്യപ്പെടുന്നു അല്ലെ. അതായത് when the pacemaker incorrectly interprets non-cardiac signals or artifacts as heartbeats leading to inappropriate inhibition of pacing. അതായത് ചെറിയ ഒരു ആർട്ടിഫാക്റ്റ് ഉണ്ടെങ്കിലും ചെറിയ ഒരു കാർഡിയാക് സിഗ്നൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു നോൺ കാർഡിയാക് സിഗ്നൽ ഉണ്ടെങ്കിലും ഈ പേസ് മേക്കർ അതൊരു കാർഡിയാക് ഇമ്പൾസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും അത് കാരണം പേസ് ചെയ്യാതെ ഇരിക്കുന്ന അവസ്ഥ, അതിനാണ് നമ്മൾ എന്ത് പറയുക? ഓവർ സെൻസിങ് എന്ന് പറയുക. അതായത് കൂടുതലായിട്ട് സെൻസ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഇമ്പൾസസ് മയോകാർഡിയത്തിലേക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. സോ അതിനാണ് എന്ത് പറയുക? ഓവർ സെൻസിങ് എന്ന് പറയുക. ഇത് ശരിയായിട്ട് പറഞ്ഞാൽ ഇതൊരു മാൽ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇതൊരു മാൽ ഫംഗ്ഷൻ ആണ് എന്ന് ഓർക്കുക. അപ്പോൾ ആക്ച്വലി നമ്മൾ കഴിഞ്ഞ DME നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തല്ലേ. ഞാനൊക്കെ എഴുതിയ എക്സാം ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക, നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസിനെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യണം എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഒരു ഡ്രീം ജോബാണ് ഈ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ജോബ് കിട്ടുക എന്നുള്ളത്. ഞാനൊക്കെ ആക്ച്വലി നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ നോക്കിയിരുന്നിട്ടുണ്ട്. കാരണം അതുപോലെ തന്നെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ്, ഒരു വലിയൊരു ഗ്ലാമറസ് പോസ്റ്റ് ആണല്ലേ. അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് കവർ ചെയ്യാനും അഡിക്വേറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാനും കൂടാതെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ എക്സാം ഫേസ് ചെയ്യാനും കഴിയത്തുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ ഒരു കൺസെപ്റ്റ് മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ എജ്യൂസ് അക്കാഡമി കുറച്ച് നേരത്തെ തന്നെ ഒരു ലോങ് ടേം ബാച്ച് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഈ വരുന്ന ജൂലൈ മാസം 24-ാം തീയതി കേട്ടോ, 24-ാം തീയതി നമ്മൾ പുതിയ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നിങ്ങൾ ചോദിക്കും ഇനി എക്സാമിന് ഒരുപാട് നാളില്ലേന്ന്. എക്സാമിന് ഒരുപാട് നാളില്ല. കഴിഞ്ഞ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ 2 വർഷത്തിന് മേലെയായി ഇപ്പോൾ. അപ്പോൾ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ മിക്കവാറും ഈ വർഷത്തിന്റെ അവസാനത്തോടു കൂടിയാണ് പ്രതീക്ഷിക്കുക. അതായത് 2025 ലാസ്റ്റോടു കൂടി നോട്ടിഫിക്കേഷൻ വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾ ചോദിക്കും നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിച്ചാൽ പോരാ. ഞാനൊക്കെ ആക്ച്വലി ഒരു 1.5 വർഷം മുതൽ 2 വർഷം വരെ പഠിച്ചിട്ടാണ് എനിക്ക് എക്സാമൊക്കെ പാസ്സാകാനായിട്ട് കഴിഞ്ഞത്. സോ അതുകൊണ്ട് അത്രയും ഇൻറ്റൻസീവായിട്ട്, കാരണം നമ്മളിൽ പലരും വർക്ക് ചെയ്യുന്നവരായിരിക്കും, നമ്മളിൽ പലർക്കും ഫാമിലി ഉണ്ടാകും. അപ്പം നമുക്ക് വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മുടെ പഠനവും കൂടെ നടത്താനായിട്ട്. അപ്പം ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടോ അല്ലെങ്കിൽ എക്സാം ഡേറ്റ് വന്നിട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി പഠിച്ചിട്ട് എഴുതാവുന്ന ഒരു എക്സാം അല്ല, അല്ലെങ്കിൽ അങ്ങനെ എഴുതിയാൽ പാസ്സാകാൻ കഴിയുന്ന ഒരു എക്സാം അല്ല ഇത്. ഇതിന് ശരിക്കും ഉള്ള പ്ലാനിങ്ങും ഇൻറ്റൻസീവ് ആയിട്ടുള്ള മോട്ടിവേഷനും ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജിയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം പാസ്സാകാനായിട്ട് കഴിയത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒരു MSc നഴ്സിംഗ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ MSc നഴ്സിംഗ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്, ഈ അസിസ്റ്റന്റ് പ്രൊഫസർ പോലെയുള്ള ഒരു പോസ്റ്റ് സ്വപ്നം കാണുകയാണ്, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. വളരെ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് അടുത്ത അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം നല്ല റാങ്കിൽ പാസ്സാകാനായിട്ട് കഴിയും. അതായത് ഞാൻ പറയാൻ കാര്യം, പോസ്റ്റ് നമ്മുടെ സാധാരണ DME സ്റ്റാഫ് നഴ്സ് പോലുള്ള അത്രയും വേക്കൻസീസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ മുന്നിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജോലി ലഭിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നമ്മൾ എജ്യൂസ് അക്കാഡമി നൽകുന്നതായിരിക്കും. നമുക്കിതിന്റെ ബാക്കി വീഡിയോസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.